for class 9. സോ ഇതിന്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ സെക്കൻഡ് പാർട്ട്. സോ ആ വീഡിയോ കാണാത്തവർ ആദ്യം ആ വീഡിയോ ചെക്ക് ചെയ്തിട്ട് വരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the area of the largest triangle that can be drawn in a semicircle of diameter 20 centimeter? എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു സെമി സർക്കിൾ ഉണ്ട്. ഒരു സർക്കിളിന്റെ സെന്ററിലൂടെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ലോങ്സ്റ്റ് കോഡാണ് എന്ത് ഡയാമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു സർക്കിളിനെ രണ്ട് സെമി സർക്കിൾ ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെമി സർക്കിളിൽ വരയ്ക്കുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ട്രയാങ്കിളിന് എപ്പോഴാണ് ലാർജസ്റ്റ് ഏരിയ ഉണ്ടാവുക അത് നമുക്ക് ആദ്യം അറിയണം. ഇവിടെ നമുക്ക് ആ ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ലാർജസ്റ്റ് ഏരിയ ഉണ്ടാവുക? ദാറ്റ് ഈസ് ഈ ഒരു ഡയാമീറ്റർ ബേസും അതുപോലെ ഈ ഇത് ഓൾട്ടിറ്റ്യൂഡും ആവുന്ന കേസിലാണ് അതിന് ലാർജസ്റ്റ് ഏരിയ ഉണ്ടാവുക. ദാറ്റ് ഈസ് ഇഫ് ഐ ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇവിടെ ഈ ഫോം ചെയ്യുന്ന ഈ ട്രയാങ്കിൾ എന്താണ്? ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ ഇതിന്റെ ഈ ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? ദിസ് ഈസ് ദി ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ റേഡിയസ് ആണ്. So this is 20 centimeter diameter and the altitude എന്ന് പറയുന്നത് 10 centimeter ആണ്. So area of the largest triangle is going to be half into base into altitude, which is equal to 100 centimeters square. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലെങ്ത്തും ഈക്വൽ ആണ് ഈ കേസിൽ. ഓക്കെ, അതായത് നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. സോ അതിന്റെ ലെഗ്സ് ഇതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെ. ഈ രണ്ട് ലെഗ്സും എന്താണ്? ഈക്വൽ ലെങ്ത് ആണ് ഈ കേസിൽ ഉണ്ടാവുക. when the area becomes the maximum, both of these legs are equal. Okay, yes, so the answer is option D. Okay അല്ലേ. So let's go to the next question. 4 square plus 5 square plus a square equals 21 square എന്നാണ് അല്ലെ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാൽക്കുലേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ആ സ്ക്വയർ ചെയ്യാൻ നമുക്ക് അറിഞ്ഞാൽ മതി അല്ലെ. സോ വാട്ട് ഈസ് 4 സ്ക്വയർ? 16 ആണ്. വാട്ട് ഈസ് 5 സ്ക്വയർ? 25 ആണ്. വാട്ട് ഈസ് a സ്ക്വയർ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 21 സ്ക്വയർ എന്ന് പറയുന്നത് 441 ആണ്. സോ 16 പ്ലസ് 25 is 41 അല്ലെ. സോ a സ്ക്വയർ is equal to 441 മൈനസ് 41 എന്നായിട്ട് മാറും. which is a സ്ക്വയർ നമുക്ക് എന്താ കിട്ടുക? 400 എന്ന് കിട്ടും അല്ലെ. a സ്ക്വയർ is 400. സോ വാട്ട് ഈസ് a എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 400 ആണ്, which is plus or minus 20 ആണ്. ഓപ്ഷനിൽ നമുക്ക് 20 മാത്രമാണ് തന്നിട്ടുള്ളത്. സോ ദ ആൻസർ is option B. Clear അല്ലേ? Let's go to the next question. Which term of the sequence 5, 8, 11 is 95? 95 എത്രാമത്തെ ടേം ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. 5ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. 8ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. ആൻഡ് 11ന്റെ കൂടെ 3 ആഡ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടും. അപ്പൊ ഞാനിവിടെ ഓരോ ടേം എഴുതണം. അപ്പൊ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം 5 ആണ്. ഓക്കെ, T1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. T1 is 5. വാട്ട് ഈസ് T2? T2 എന്ന് പറഞ്ഞാൽ ഈ 5ന്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 8. ഇനി വാട്ട് ഈസ് T3? 5ന്റെ കൂടെ നമ്മൾ 2 തവണ 3 ആഡ് ചെയ്യണം. അപ്പൊ തേർഡ് ടേം ആവുമ്പോൾ നമ്മൾ 2 തവണ ആഡ് ചെയ്യണം. സെക്കൻഡ് ടേം ആവുമ്പോൾ 1 തവണ ആഡ് ചെയ്യണം അല്ലെ. തേർഡ് ടേം മീൻസ് ദിസ് ഇസ് 5 പ്ലസ് 2 into 3 which is 5 plus 6 11. ഇനി അടുത്ത ടേം ഫോർത്ത് ടേം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? 5 പ്ലസ് 3 into 3 ആയിരിക്കും അല്ലെ. 5 പ്ലസ് 9 which is 14. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ജനറൽ ടേം എഴുതി നോക്കാം അല്ലെ. അതായത് nth ടേം എന്തായിരിക്കും? വാട്ട് ഈസ് nth ടേം? nth ടേം is going to be 5 പ്ലസ് ഇവിടെ ഫോർത്ത് ടേം ആവുമ്പോൾ ഇവിടെ 3 into 3 എന്നാണ് എഴുതിയത് അല്ലെ. 3 കൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും എഴുതുന്നത് അല്ലെ, ആഡ് ചെയ്യുന്നത്. ഓരോ ടേമിലും 3 ആണ് ആഡഡ് ആയി വരുന്നത്. ഇവിടെ തേർഡ് ടേമിൽ 2 തവണ 3 ആഡ് ചെയ്തു. ഫോർത്ത് ടേമിൽ 3 തവണ ആഡ് ചെയ്തു. സോ nth ടേമിൽ നമ്മൾ എത്ര തവണ ആഡ് ചെയ്യണം? n-1 തവണ 3 ആഡ് ചെയ്യണം അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 95 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റൈറ്റ്. സോ വാട്ട് ഈസ് n എന്നാണ് ചോദ്യം. n എത്രാമത്തെ ടേം ആണ് എന്നാണ് ചോദ്യം. സോ ദിസ് ഈസ് n-1 ഈക്വൽ ടു n-1 into 3
n minus 1 into 3 is equal to 95 minus 5, which is 90. So what is n minus 1? It is 90 by 3, which is 30. So what is n? n equal to 31. So 31st term ആണ് നമ്മുടെ 95 എന്ന് പറയുന്നത്. The answer is option C. Clear അല്ലേ? Next question. Yes. 4 and half minus 2 1 by 4 plus x by 3 equals 2 1 by 3. ഇത് നമുക്ക് നോർമലി LCM ഒക്കെ എടുത്ത് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. So that is 4 and half minus 2 1 by 4 plus x by 3 is equal to എന്താണ് 2 1 by 3. Right? So ഇവിടെ എക്സ് ബൈ 3 എന്ന് വരുന്ന കേസ് ഉണ്ട് അല്ലെ, എക്സ് ബൈ 3 എന്ന് വരുന്ന കേസ് ഉണ്ട്. അതുപോലെ ഇവിടെയും 1 by 3. ഇപ്പൊ ഡിനോമിനേറ്റർ 3 വരുന്ന കേസിനെയൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാം. സോ ദിസ് ഇസ് 4 and half. 4 and half എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ്? ഇവിടെ 4 and half മൈനസ് 2 1 by 4 എന്നാണ്. അപ്പൊ നമുക്ക് 4 minus 2 എത്രയാണ്? 2 ആണ്. 4 minus 2 2 ആണ്. ഹാഫ് നിന്ന് 1 by 4 പോയാൽ രണ്ട് 1 by 4 ചേർന്നതാണ് ഒരു ഹാഫ് അല്ലെ. സോ ഹാഫ് നിന്ന് 1 by 4 പോയാൽ നമുക്ക് 1 by 4 ആണ് കിട്ടുക. സോ 2 1 by 4 ആണ് ഇതിന്റെ ആൻസർ വരിക. റൈറ്റ്? ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ വേറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഓൾസോ യു ക്യാൻ ഡു. റൈറ്റ്? എന്താണ് 4 1 by 2 ആണ് അല്ലെ. സോ അതായത് 4 2 by 4 എന്ന് എഴുതിക്കൂടെ ഇതിനെ? മൈനസ് 2 1 by 4. അപ്പോഴും എന്താവും? 4 minus 2 2 ആണ്. 2 minus 1 1 ആണ്. സോ 1 by 4 എന്ന് കിട്ടും. സോ ബേസിക്കലി ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2 1 by 4 ആണ്. അത് ജസ്റ്റ് നമ്മൾ മെന്റലി ചെയ്തതാണ് കുറച്ചുകൂടെ നല്ലത്. അതായത് 4ന്ന് 2 കുറച്ചു, 4ന്ന് 2 കുറച്ചാൽ 2 കിട്ടി. ദെൻ ഹാഫ്ന്ന് 1 by 4 കുറച്ചു, അപ്പോൾ നമുക്ക് 1 by 4 കിട്ടി. സോ 2 1 by 4. ദിസ് ഈസ് ഈക്വൽ ടു 2 1 by 3 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 1 by 3 എന്ന് പറയുന്നത് 2 into denominator plus 1 divided by denominator ആണ് അല്ലെ. ദാറ്റ് ഈസ് 3 into 2 6 plus 1 7 by 3. So 7 by 3 minus x by 3. So which is equal to 7 minus x divided by 3 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ 2 1 by 4 എന്നാണ് അല്ലേ. അപ്പൊ നമ്മൾ 2 into denominator 2 into denominator 4 into 2 8 8 plus 1 9. So 9 by 4 എന്നാണ് ഇവിടെ കിട്ടുക. ആൻഡ് നമ്മൾ ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. സോ ദാറ്റ് ഈസ് 9 by 4 into 3 is equal to 7 minus x. 9 ഇതെന്താണ് 4 9 into 3 27. So 27 by 4 എന്ന് വരും അല്ലേ. 27 by 4. That is equal to 27 by 4 is equal to 7 minus x. So what is x? X is equal to 7 minus 27 by 4. Or 7 into 4 28 ആണ്. So 28 minus 27 by 4. നിങ്ങൾക്ക് ഡിഫറെന്റ് രീതിയിൽ ചെയ്യാം. എങ്ങനെ ചെയ്താലും നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 1 by 4 എന്ന് തന്നെയായിരിക്കും വരിക. So x equal to 1 by 4 is the answer, which is option P. ക്ലിയർ അല്ലേ? ഡിഫറെന്റ് രീതിയിൽ ചെയ്യാട്ടോ. നിങ്ങൾ ഏത് മെത്തേഡ് ചെയ്താലും ആൻസർ എന്താ വരേണ്ടത്? 1 by 4. ഓക്കെ, നെക്സ്റ്റ് വൺ. If one side of a rectangle is increased by 20% and the other is increased by 5%, find the percent value of area change. അപ്പൊ ഇവിടെ ഏരിയയുടെ ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മൾ യൂഷ്വലി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്, ഒരു ഈസി ഫോർമുല ഉണ്ട്. അപ്പൊ ഈസി ഫോർമുല പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഇതിന്റെ ഒരു ആക്ച്വൽ മെത്തേഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. അതായത് നമുക്ക് ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ടെങ്കിൽ ഐ എം ജസ്റ്റ് ഡ്രോയിങ് ദിസ് റെക്ടാങ്കിൾ. അപ്പൊ ഇതിന്റെ ഏരിയ ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് എ. ദിസ് ഇസ് ലെങ്ത് ആൻഡ് ദിസ് ഇസ് ബ്രെഡ്ത്ത്. ഇനി നമ്മുടെ പുതിയ റെക്ടാങ്കിൾ എങ്ങനെയാണ്? പുതിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്താണ്? 20% ഇൻക്രീസ് ചെയ്തു. 20% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? പുതിയ ലെങ്ത് എങ്ങനെയായിരിക്കും? എല്ലിന്റെ കൂടെ 20% കൂടെ ആഡ് ചെയ്യണം. സോ വിച്ച് ഇസ് 1.2L എന്നായിട്ട് മാറും. 1 plus 20 by 100 എന്ന് പറഞ്ഞാൽ 0.2L. So L plus 0.2L, which is 1.2L. So this length is 1.2L. Now what about the breadth? New breadth എന്തായിരിക്കും? That is 5% ആണ് ഇൻക്രീസ് ചെയ്തത്. So B plus 5 by 100B, which is equal to 1.05B എന്ന് കിട്ടും. Okay, so this is 1.05B. So what is the new area?
എ ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1.2L ഇൻറ്റു 1.05P. സോ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലെ. വാട്ട് ഈസ് 1.05 ഇൻറ്റു 1. So 2 into 5, 10, 1 here. So 210 എന്ന് വരുന്നുണ്ട്. And this is 501. So this is 0, 5 plus 1, 6, 2. So that is 3 decimal place ഉണ്ട്. So 1.260 എന്നാണ് വരിക അല്ലേ. That is, this is equal to 1.26 L into B. L into B എന്ന് പറഞ്ഞാൽ it is area ആണ് അല്ലേ. So 1.26 A ആണ് നമ്മുടെ new area വരുന്നത്. Now what is the percentage change? Percentage change is equal to percentage change in area is equal to new area minus initial area divided by initial area into 100. That is 1.26 A minus A divided by A to 100. So which is 26% എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി ഇത് ചെയ്യാൻ നമുക്കൊരു ഈസി മെത്തേഡ് ഉണ്ട്. സോ ഇങ്ങനെ രണ്ട് ക്വാണ്ടിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏരിയയുടെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ലെങ്ത്തും ചേഞ്ച് ചെയ്യേണ്ട, അവിടെ ബ്രെഡ്ത്തും ചേഞ്ച് ചെയ്യേണ്ട. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസസ്, അതായത് നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുത്തു, അതായത് നമ്മളിപ്പോൾ ആദ്യം ഒരു ഡിസ്കൗണ്ട് ഓൾറെഡി അതിലിട്ടിട്ടുണ്ട്, അത് കൂടാതെ നമ്മൾ വേറൊരു ഡിസ്കൗണ്ടും കൂടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ രണ്ട് ഡിസ്കൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ എ നെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, നെറ്റ് ചേഞ്ച് വിൽ ബി എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 ആയിരിക്കും. ഫോർ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാണ്ടിറ്റിയിൽ വരുന്ന പെർസെൻറ്റേജ് ചേഞ്ച്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാണ്ടിറ്റിയിൽ വരുന്ന പെർസെൻറ്റേജ് ചേഞ്ച്. ഇവിടെ ഏരിയയുടെ കേസിൽ ലെങ്ത്തും ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ, നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് നെറ്റ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എല്ലിൽ വരുന്ന ഫസ്റ്റ് ചേഞ്ച് എന്താണ്, 20% ആണ്. പിന്നെ ബിയിൽ വരുന്ന ചേഞ്ച് എന്താണ്, 5% ആണ്. സോ ദിസ് ഇസ് 20 പ്ലസ് 20 ഇൻറ്റു 5 by 100, which is equal to 20 plus 5 plus 1, which is 26%. The net change is 26%. ഇത് നമുക്ക് ഏരിയയുടെ കേസിൽ യൂസ് ചെയ്യാം, പക്ഷെ പെരിമീറ്ററിന്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ എന്താണ് ആഡ് ആണ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ട് ക്വാണ്ടിറ്റിയിലും എന്താണ് ചേഞ്ചസ് ഉണ്ട്, പെർസെൻറ്റേജിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആൻഡ് വി ആർ മൾട്ടിപ്ലൈയിങ്, റൈറ്റ്. ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പം അങ്ങനത്തെ കേസിലാണ് നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം നെറ്റ് ചേഞ്ചസ് എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. ഈ ഒരു കേസിൽ 26% ആണ്. സോ ദിസ് ഇസ് ദ ആക്ച്വൽ മെത്തേഡ് ആൻഡ് ദിസ് ഇസ് ദി ഷോർട്ട് കട്ട് മെത്തേഡ്. ഓക്കെ, ക്ലിയർ? So let's go to the next question. Find the average of first 101 natural numbers. അപ്പോൾ ആദ്യത്തെ 101 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റത്തെ നമ്പറും ലാസ്റ്റത്തെ നമ്പറും, അതായത് ലാസ്റ്റ് നമ്പർ ഏതാ 101 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താൽ വിൽ ഗെറ്റ് ദി ആവറേജ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 1 പ്ലസ് 101 ഡിവൈഡ് ബൈ 2 ആണ് 102 divided by 2, which is 51 is the answer. That is option C. ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ 10 നമ്പേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 അല്ലെ. ആദ്യത്തെ 10 നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, സം ഇസ് 55, റൈറ്റ്. ആവറേജ് എന്താ വരിക, ആവറേജ് ഇസ് 55 by 10, which is 5.5. ഇനി നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കാം അല്ലെ. എന്താണ്, ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ 2, ദാറ്റ് ഇസ് 11 by 2, which is again 5.5. Clear? So I hope you got this. Next question, this is the last question. So A can do a work in 6 days, B can do a work in 5 days. They earn rupees 2,200. How much shall B get? So A 6 ഡേയ്സും ബി 5 ഡേയ്സും ആണ് വർക്ക് ചെയ്യുന്നത്. ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ അവർ ഒരുമിച്ച് ഏൺ ചെയ്ത റുപ്പീസ് എന്തായിരുന്നു, 2,200. അതായത് ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ എന്നല്ല, ഈ രണ്ടുപേരുടെയും വർക്കിന് ഇവർ ഏൺ ചെയ്ത റുപ്പീസ് എന്തായിരുന്നു, 2,200 ആയിരുന്നു. സോ ഹൗ മച്ച് ഷാൽ ബി ഗെറ്റ് എന്നാണ് ചോദ്യം. ഇവരുടെ റേഷ്യോ, ഇവരുടെ വർക്ക് റേറ്റിന്റെ റേഷ്യോ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അതിപ്പോൾ നമ്മളൊരു 1 ഡേ വർക്ക് ചെയ്യാനുള്ള
ഓരോ എയുടെ 1 ഡേ വർക്ക് ചെയ്യുന്ന റേറ്റും ബിയുടെ 1 ഡേ വർക്ക് ചെയ്യുന്നതും കണ്ടുപിടിക്കുക അല്ലേ? സോ 1 ഡേയിൽ എ എത്രയാ വർക്ക് ചെയ്യുക? 1/6 ആണ്. ബി വർക്ക് ചെയ്യുന്നതോ എ ഈസ് ടു ബിന്റെ വർക്ക് കപ്പാസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് 1/6ഉം ഇത് 1/5. ഈ റേഷ്യോയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഈ റേഷ്യോയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിതിനെ ഇതിപ്പോ ഒരു ഫ്രാക്ഷൻ ആയിട്ടുള്ളത് അല്ലേ? ഇതിനെ ഫ്രാക്ഷൻ അല്ലാതെ ആക്കാൻ വേണ്ടി ഞാൻ എന്താണ് 6ന്റെയും 5ന്റെയും LCM എടുത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ 30/6 ഈസ് ടു 30/5. ഇപ്പോഴും റേഷ്യോ ചേഞ്ച് ഒന്നും വരുന്നില്ല. കാരണം നമ്മൾ സെയിം നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? സോ ദിസ് ബിക്കംസ് 5:6. അപ്പൊ എയും ബിയും വർക്ക് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:6 എന്നുള്ള റേഷ്യോയിലാണ്. എന്ന് വെച്ചാൽ അതായത് 5 പാർട്ട് എ ആണ് ചെയ്യുന്നത്, 6 പാർട്സ് ബി ആണ് ചെയ്യുന്നത് അല്ലെ? നമ്മളിപ്പോ മൊത്തം വർക്കിന് ഒരു 11 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 5 പാർട്സ് എ ചെയ്യും, 6 പാർട്സ് ബി ചെയ്യും എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്, റൈറ്റ്? സോ നമുക്ക് ബിക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടോട്ടൽ ഏൺ ചെയ്ത റുപ്പീസിന്റെ 11 പാർട്സിൽ 6 പാർട്സ് ആണ് ബിക്ക് കൊടുക്കേണ്ടത് അല്ലെ? ബിക്കോസ് ദേ വർക്ക് ഇൻ ദ റേഷ്യോ 5:6. So which is, this is 2, so 6 into 2, 12, so 1200, right? The answer is 1200. I hope this is clear. So ഇതിന്റെ ബാക്കി പാർട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then, bye bye.